പരാതി ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരാനുള്ള കാരണം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പാർട്ടിക്കുള്ളിലല്ലോ. എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും എനിക്ക് എൻ്റെ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവ് തന്നെയാണ് ഇതിന് പറഞ്ഞത്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ മെയിലിൽ നിന്ന് ഈ പരാതിക്കാർക്ക് മെയിൽ വരും എന്നല്ല. അതായത് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു താങ്കൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവില്ല എന്ന്. ഞാൻ അന്വേഷിക്കട്ടെ, ഞാനല്ലല്ലോ പറയേണ്ടത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനല്ലേ തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്നോട് വിശദീകരണം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ചേട്ടാ നിങ്ങൾക്കെതിരെ ഞാനൊരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാം. അടുത്ത ദിവസം തന്നെ നിങ്ങളെ പിടിച്ച് ജയിലിലിടില്ലല്ലോ. ഇടില്ലല്ലോ ചേട്ടാ, ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. അല്ല, പാർട്ടി സംസ്ഥാന അദ്ദേഹം ബാംഗ്ലൂരാണ്. അദ്ദേഹം എന്നോട് ഫോണിൽ ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും. കാരണം മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാർക്കൊക്കെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്താണ്. അതാണല്ലോ എനിക്കെതിരെ നടപടി വരാതിരുന്നത്. പക്ഷേ ഇതേ സമാനമായിട്ടുള്ള പരാതി കിട്ടിയ ആൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ഇത് പഴയതെടുത്ത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. അല്ല, പഴയ പരാതിയിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി താങ്കൾ അത് ഡിഫൈൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്, ഏത് ഘട്ടത്തിലാണ് എഫ്ഐആർ പറഞ്ഞത്, എന്താണ്? ഞങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് ഒരുപാട് ചോദിച്ചു കഴിഞ്ഞു. അല്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് നമ്പർ പറഞ്ഞല്ലോ. ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലും ബഹുമാനപ്പെട്ട കോടതിയിൽ പോയാൽ ഇതിന് എല്ലാ സാധനങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എടുത്തോ. ഇനി വേണോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് തരണം? ഞാൻ തന്നല്ലോ ജഡ്ജ്. ഞാൻ പറഞ്ഞല്ലോ വടക്കൊടുക്കണം. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, ഇത്തരം കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പീഡിപ്പിച്ചു എന്നുള്ളത് കേൾക്കാനല്ലേ. അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അത് മനസ്സിൽ വെച്ചാൽ മതി. ഞാനും നിങ്ങളെപ്പോലെ ചോറന്നെ ഉണ്ണുന്നത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചാൽ മതി, കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ഞാൻ നിങ്ങളെക്കാൾ അതേ കളത്തിൽ കളിച്ച് വന്നവനാ. തനിക്കെതിരെ ഒരു പരാതി കൊടുപ്പിക്കാൻ എന്നെ കൊണ്ടും പറ്റും കേട്ടോ. കള്ള പരാതി അല്ല, ഇതില് ഞാൻ പറഞ്ഞല്ലോ, പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് അന്വേഷിച്ചു. പോലീസാണല്ലോ സെക്ഷൻ, കൃഷ്ണകുമാർ അല്ലല്ലോ. എഫ്ഐആർ ഇട്ടു. എഫ്ഐആർ ഇട്ട് പരാതി കിട്ടിയത് എഫ്ഐആർ ഇട്ടു. എഫ്ഐആർ തുടരന്വേഷണം നടത്തും. തുടരന്വേഷണം നടത്തി അതിൽ ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ല. ഞാൻ ജഡ്ജ്മെന്റ് വായിച്ചു തന്നല്ലോ. പ്രോസിക്യൂട്ട് എവിഡൻസ് ഇല്ല, പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള ജഡ്ജ്മെന്റ് കൃത്യമായി പറയുന്നുണ്ടല്ലോ. കോടതിയിൽ ഞാൻ വിധി പറയുന്നു.